നിനക്ക് ചങ്ക് പറിച്ച് തന്നവനാ കണ്ണൻ. ആ കണ്ണനെയാ നീ തേച്ചിട്ട് പോയത്. അതേപ്പറ്റി ഒന്നും നീ സംസാരിക്കേണ്ട കാര്യമില്ല. കണ്ണേട്ടന്റെ പകുതി സ്വത്തുക്കളും ഇപ്പൊ എന്റെ പേരിലായി. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയില് ഇന്നത്തേല് നമ്മുടെ മഹാലക്ഷ്മി മേഘനാഥനെ കാണാൻ വരികയാണ്. എന്നിട്ടിപ്പം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, കണ്ണൻ നിന്നെ പൊന്നുപോലെ കൊണ്ട് നടന്നയച്ചതല്ലേടി, അത്രയും ആത്മാർത്ഥതയുള്ളവൻ എന്തിനാടി നീ ചതിച്ചേ എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ അത് നോക്കിക്കോളാം, നിനക്കൊക്കെയുള്ള മറുപടി ഞാൻ താമസിയാതെ തന്നെ തരുന്നുണ്ടറാ, നീക്ക് കാത്തിരുന്നോ എന്നും പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചും ഡയലോഗ് അടിക്കുന്നുണ്ടേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയും കാര്യങ്ങളാട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിയുടെ വാക്കിലെ ഈ ഊർജവും ധൈര്യവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മേഘനാഥൻ എന്തോ ഒരു ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ടേ, ഇവളെന്താണ് ഇപ്പോഴും ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ. കാരണം മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടന്റെ സ്വത്തുക്കൾ ഇപ്പോൾ എന്റെ പേരിൽ തന്നെ ആടാ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴായിട്ട് നമ്മുടെ മേഘനാഥന് ഷോക്ക് കൂടുന്നതേ. ഏറ്റവും ഒടുവിൽ നമ്മുടെ തോമസ് വൈദ്യർ നമ്മുടെ മേഘനാഥന്റെ അരികിൽ വരുമ്പോൾ മേഘനാഥൻ ഇങ്ങനെ ആ സംശയമുണ്ടല്ലോ ഉള്ളില്, കണ്ണന്റെ കാല് ചലിച്ചോ ഇല്ലയോ എന്നുള്ളൊരു സംശയം, അത് മാറ്റാൻ വേണ്ടി അതിങ്ങനെ വൈദ്യരോടൊന്നും അറിയാത്ത രീതി ചോദിക്കുന്നുണ്ട്. കണ്ണന്റെ കാല് അനങ്ങോ വൈദ്യരെ, ഒരിക്കലും ഒന്നും ശരിയാവില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ തോമസ് വൈദ്യർ ഒന്ന് പതറി നിൽക്കുന്നുണ്ടേ. ആ പതർച്ചയിൽ നിന്നെങ്ങാനും ഉത്തരം പിടികിട്ടിയ പിന്നെ തീർന്നു അല്ലെ. കാത്തിരുന്നതിനെ കാണട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.